ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു മുട്ട ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി മുട്ട ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മുട്ട പുഴുങ്ങണം കേട്ടോ. അപ്പം നമ്മുടെ ഉണ്ടായതല്ല, നമ്മുടെ വീട്ടിലെ കോഴി ഇട്ട മുട്ട തന്നെയാണ് കേട്ടോ. ഇത് നമ്മളത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മുട്ട വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു പാത്രം, ഞാൻ ഉരുളിയാണ് കേട്ടോ എടുത്തിട്ട് നമ്മളതിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, കുറച്ച് പെരിഞ്ജീരകം, പിന്നെ മറ്റേ കറുവപ്പട്ടയുടെ ഇല, കുറച്ച് സവാള, പിന്നെ ഒരിത്തിരി ക്യാരറ്റ്, ഇത്ര ഇട്ടിട്ട് ഒന്ന് വഴറ്റുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരിയുടെ ഡബിൾ വെള്ളം ഒഴിക്കണം. അപ്പം നമ്മൾ ആ വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മളതിൽ അരി ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മളൊരു 1/2 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ടത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതിലൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. ഒത്തിരി ഡീപ്പായിട്ട് വേണ്ട, ആ വൈറ്റ് ഭാഗത്ത് മാത്രം വിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ. ഒത്തിരി മുളക് പൊടി ഇടണ്ട കേട്ടോ, കുറച്ച് ഇട്ടാൽ മതി. ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുളക് പൊടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പതിയെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ മുളക് പൊടി ഈ മുട്ടയുടെ ചുറ്റും നന്നായി കവർ ചെയ്ത് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ അങ്ങനെ ചെയ്യാൻ. അപ്പോൾ നമ്മൾ മസാലയെല്ലാം നന്നായിട്ട് എഗ്ഗിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതേ ഓയിലിൽ തന്നെ കേട്ടോ സവാള എല്ലാം വഴറ്റുന്നത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് അവിടെ മാറ്റി വെച്ചു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. അതിൽ നമ്മളൊരു ചെറിയ കഷ്ണം തക്കാളി കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലിയിലയും, ഇത് 4ഉം കൂടെ അരച്ച് പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് പച്ചമുളകൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക്ക് അരയ്ക്കുന്നതിൻ്റെ കൂടെ പച്ചമുളക് കൂടെ അരച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് തക്കാളി ഉടഞ്ഞു വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് നന്നായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലുണ്ടായ കുറച്ച് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതാണ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മുട്ട കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് കുറച്ച് നേരം അടച്ച് വെക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഉരുളിയിൽ നിന്ന് പാതി ചോറ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി മറ്റേത് ബാക്കിയുള്ളതിലേക്ക് നമുക്ക് മസാല ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാല ഇങ്ങനെ വെതറി കൊടുക്കണം കേട്ടോ. ഇനി ബാക്കി ചോറ് കൂടെ അതിൻ്റെ പുറത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.